ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വിഷു ഒക്കെ വരാൻ പോകല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നമുക്ക് വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് മുല്ലപ്പൂവിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് നോക്കിയാലെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ഉണ്ട് കേട്ടോ. കാരണം കണ്ടോ, ഭയങ്കരമായിട്ട് ഗ്യാപ്പ് കാണാം. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ടിപ്സ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് എന്തോ സംഭവം എടുത്തോണ്ട് നമുക്ക് നമ്മുടെ മുല്ല കൊടുക്കാം. നമുക്ക് എത്രത്തോളം ലെങ്ത് വേണമെന്ന് വെച്ചെങ്കിൽ ആ ലെങ്ത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ രീതി നോക്കാം കേട്ടോ. അടുത്ത രീതി നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ ഇത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് ഞാൻ മാറ്റുന്നില്ല, അതങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം. അത് നമ്മൾ ചെവിയുടെ അവിടെ നിന്നുണ്ടല്ലോ, ചെവിയുടെ അവിടേക്ക് കൊടുത്തിട്ട് അവിടെ സൂചി ഇല്ല കേട്ടോ, സ്ലൈഡ് വെച്ചിട്ട് കുത്തിക്കാം. ചെവിയുടെ അവിടേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് ഇരിക്കുന്നോളൂ അവിടെ. ഇതാണ് വേറൊരു രീതി. ഇനി അടുത്ത രീതി കേട്ടോ. നമ്മൾ മുടിയെല്ലാതും ഇങ്ങോട്ട് സൈഡിലേക്ക് ഇട്ടു. നമുക്ക് വാച്ചിനെ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് പിന്നും സൈഡിലേക്ക് ഇട്ടിട്ട് മുടി പിന്നി കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു സ്റ്റൈൽ നോക്കാം കേട്ടോ. അത് ഇതുപോലെ തന്നെ സൈഡിലേക്ക് ഇട്ട് പിന്നെ ഹെയർ പിന്നെ നല്ലപോലെ അത് ആദ്യത്തെ നമ്മൾ കുറച്ച് ലൂസാക്കി പിന്നെ ഇത് കുറച്ച് ടൈറ്റാക്കി പിന്നെ കുറച്ചൊന്ന് ടൈറ്റാക്കി പിന്നെ ആദ്യത്തെക്കാളും കുറച്ചും കൂടെ ഒന്ന് ടൈറ്റാക്കി പിന്നെ എനിക്ക് പിന്നെ ഇങ്ങനെ കുറേ കടഭാഗം അങ്ങനെ കുറേ ടൈറ്റാക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമില്ല. അത് കാരണം കൊണ്ട് ഞാൻ കുറേ ലൂസിലൊക്കെ ചെയ്യുന്നത്. പിന്നിട്ട് നമ്മൾ തുമ്പത്ത് ഈ തുമ്പ് വരെ പിന്നി പിടിപ്പിക്കാം കേട്ടോ. തുമ്പത്ത് കൊണ്ട് നമ്മൾ ഉണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഉണ്ടയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയ റബ്ബർ ബാൻഡൊക്കെ കിട്ടില്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മുല്ലപ്പൂ കൊടുക്കാം.
ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സൈഡിൽ നമ്മൾ പിന്നിടുക. പിന്നിട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ചത് ഇങ്ങനെ പൊക്കി വെച്ചു. ഇത് നമ്മൾ കടക്കിൽ നമ്മൾ ബണ്ണിടില്ലേ, ആ ബണ്ണിടുന്ന ആ ഒരു സ്റ്റൈലിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മുടിയുടെ കടക്കിൽ നമ്മൾ ബണ്ണിട്ടേക്കുന്ന ഒരു സ്റ്റൈല്. പിന്നെ കുറച്ചും കൂടെ മുല്ലപ്പൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇവിടെ ചെയ്തില്ലേ അതേ രീതിയിൽ ഇവിടെ ചെയ്യാം, ഇവിടെ ചെയ്യാം. അങ്ങനെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇവിടെയൊക്കെ അങ്ങനെ വട്ടത്തിൽ കുത്തി പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ അതൊരു സ്റ്റൈലായിട്ടുണ്ടാവും. ഇനി അടുത്തത് നോക്കാം. ഇത് നമ്മൾ കടക്കല് ബണ്ണിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബൺ വെച്ചിട്ടുള്ള സ്റ്റൈലില്ലേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബണ്ണെടുത്തിട്ടുണ്ട്. ഇനി ഈ ബൺ സ്റ്റൈലിന് ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് വെച്ചേക്കല്ലേ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടിയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാം. അത് ഞാൻ കാണിച്ചു തരാം. സെയിം ഇങ്ങനെ തന്നെ ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് അടിക്കി വെച്ചേക്കണം. ഇതന്നെ നമുക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അടിയിൽ നിന്ന് എടുത്തിട്ട് മുകളിലേക്ക് വെച്ച് കൊടുക്കാം.
അടുത്ത സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളിവിടെ ബണ്ണിട്ട് കൊടുക്കാം. ബണ്ണിട്ട് കൊടുത്തിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ സൈഡിലോട്ട് ഇടാം. ബണ്ണിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സൈഡിലോട്ട് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിക്ക് തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിക്ക് തന്നെ ഇടാം. അപ്പം അത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം. ബാക്കിലോട്ട് ഇടേണ്ടവർക്ക് ബാക്കിലോട്ട് ചെയ്യാം, ഫ്രണ്ടിലോട്ട് ഇടേണ്ടവർക്ക് ഫ്രണ്ടിലോട്ട് ചെയ്യാം. സെയിം മെത്തേഡ് ചെയ്താൽ മതി മാത്രം. ആദ്യം നമ്മൾ ഇതെടുത്തിട്ട് ഇവിടെ വരണം. ഇവിടുത്തെ പൂവൊക്കെ പൊട്ടിപ്പോയി, ചെയ്ത് അഴിച്ചഴിച്ചഴിച്ച് ഒക്കെ പൊട്ടിപ്പോയിട്ട. നൂല് മാത്രമായി അവസാനം ഒക്കെ ഒരു ചുറ്റും കൂടെ ഇടാവിടെ. അതങ്ങനെ നമ്മൾ തുമ്പ് വരെ ഇട്ടേക്കാം. തുമ്പ് വരെ ഇതുപോലെ ഇങ്ങനെ മെടഞ്ഞിട്ടേക്കാം. മെടയല്ല, മെടഞ്ഞിട്ടില്ല, നമ്മൾ മുടി കടയ്ക്കൽ കെട്ടിയിട്ട് അതുകൊണ്ട് മുല്ലപ്പൂ വെച്ച് നമ്മൾ ചുറ്റിയെടുത്തേക്കും. അങ്ങനെ തുമ്പ് വരാം. തുമ്പത്ത് നമ്മൾ ബാക്കിയുള്ളതൊക്കെ കൂടെ ഇതുപോലെ ഒരു ബൺ സ്റ്റൈലിൽ ഇവിടെ തുമ്പത്തിങ്ങനെ കെട്ടിയിട്ടേക്കാം. എന്ത് ചൂടല്ലേ, ഭയങ്കര ചൂടാ. അങ്ങനെ അവിടെ ഉണ്ട് എത്രയൊക്കെ ചൂട്, ഭയങ്കര ചൂട്, അവിടെ ഭയങ്കര ചൂടാട്ടോ. സഹിക്കാൻ പറ്റില്ല. നമുക്ക് അടുത്ത സ്റ്റൈൽ നോക്കാം. അത് നമ്മൾ മുടിയെല്ലാം കൂടെ മുടിയുടെ അടിയിൽ കൂടെ മുല്ലപ്പൂ കൊടുത്തു. എന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് വെച്ച് പിൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മുല്ലപ്പൂ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽസ്. കുറച്ച് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഹെയർ സ്റ്റൈൽസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്നാലും ഒന്നും കൂടെ ഞാൻ എല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളൂ ഈ സ്റ്റൈലുകളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ വിഷു ഒക്കെ അല്ലേ വരുന്നത്. വിഷുവിന് ഇനിയിപ്പോൾ അധികം നാളില്ല, 1-2 ആഴ്ച, അത് കഴിഞ്ഞാൽ വിഷുവായി. അപ്പോൾ വിഷുവിനുള്ള നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ വിഷുക്കണി ഒരുക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ഉത്സാഹമാണ് വിഷുക്കണി ഒരുക്കാൻ അല്ലേ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് നടത്തുക, അടിപൊളിയായിട്ട് വിഷു ആഘോഷിക്കുക. അപ്പോൾ എല്ലാവരും ഈ വരുന്ന വിഷുവിന് എല്ലാവരും ഇതുപോലത്തെ മുല്ലപ്പൂ വെച്ചിട്ടുള്ള സ്റ്റൈലുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു, ബൈ.